പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനെ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ ഇതിന് തൊട്ടു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് യേശുക്രിസ്തുവിൽ ന്യായപ്രമാണത്തിന്റെ നിവൃത്തി, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ, ഇവ രണ്ടും പറയുന്നുണ്ട്, ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 5:17 ആ രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു നിരൂപിക്കരുത്, നിവർത്തിക്കുവാൻ അത്ര വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16:16 ഇങ്ങനെ പറയുന്നു: ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം അതിന്റെ 22 യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുക എന്ന് പറയുകയും അതുപോലെ തന്നെ മനുഷ്യനെ, കൂട്ടുകാരനെ, അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന രണ്ട് സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ന്യായപ്രമാണവും സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും 40 വാക്യം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അവിടെ ഇവിടെ എല്ലാം നമുക്ക് കാണുന്നത് ന്യായപ്രമാണവും പ്രവചനവും, പ്രോഫസി ആൻഡ് ലോ, ഇത് രണ്ടിനെ കണക്ട് ചെയ്ത് പറയുക, പ്രവാചകന്മാരും ന്യായപ്രമാണത്തിൽ. അപ്പൊ ഈ ന്യായപ്രമാണത്തിന്റെ പ്രവാചകന്മാരും ന്യായപ്രമാണം പ്രവാചകൻ, ഇത് രണ്ടിന്റെ മേഖലയുടെ നിവൃത്തി യേശു ക്രിസ്തുവിൽ സംഭവിച്ചു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ നിവൃത്തി കഴിഞ്ഞു എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു. യേശു ക്രിസ്തു റോമാലേഖനം 10:4 വാക്യം, യേശുക്രിസ്തു വിശ്വസിക്കുന്നവരെ നീതീകരിക്കേണ്ടതിന് യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. അപ്പൊ യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമുണ്ട്. ഗലാത്യ ലേഖനം 5 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അത് അസന്നിഗ്ധമായി പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അത് അങ്ങനെ തന്നെ പറയുന്നു. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മള് ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർ അല്ല. ഇപ്പൊ ന്യായപ്രമാണത്തെ ക്രിസ്തു യേശുവിൽ നിവൃത്തിയായി. ന്യായപ്രമാണം നമുക്ക് വേണ്ടി നൽകപ്പെട്ടതല്ല, യഹൂദന്മാർക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. അത് ആവർത്തന പുസ്തകം 4:8 റോമാലേഖനം 3 1-2 വാക്യങ്ങളിലും റോമാലേഖനം 9 4 അത് വ്യക്തമായി പറയുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പറയുന്ന ഒരു കാര്യമാണ്. അവിടെ റോമാലേഖനം 9 അതിന്റെ 4 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ആരാധനയും അവർക്കുള്ളത്, ആരാധന പോലും അവർക്കുള്ളത്. കാരണം ആരാധനയുടെ വ്യവസ്ഥ അറിയാവുന്ന അവർ മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് അങ്ങനെ ഇരിക്കെ എന്താണ് പരിച്ഛേദനയെന്നും ആരാധന എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഫിലിപ്പ് ലേഖനത്തില് നമുക്കതിന്റെ 3 അധ്യായത്തിൽ നമുക്കത് ഫിലിപ്പ് ലേഖനം 3 അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 3 വാക്യം: നാം അല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തന്നെ. അപ്പൊ അവിടെ അത് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കണം, ആത്മാവ് കൊണ്ട്, സ്പിരിറ്റിൽ വർഷിപ്പ് ചെയ്യണം ദൈവത്തെ. അപ്പൊ അവിടെ നമുക്ക് അതിന്റെ വ്യക്തത പരിശുദ്ധാത്മാവ് തരിക. ആരാധന അവർക്കുള്ളത് എന്നത് ആരാധന എങ്ങനത്തെ ആരാധനയാണ്? ദേവാലയത്തിനകത്ത് നടക്കുന്ന കർമ്മങ്ങൾ, മഹാപുരോഹിതന്റെയും പുരോഹിതന്മാരുടെയും വേഷവിധാനങ്ങൾ, ദേവാലയത്തിന്റെ പ്രത്യേക ക്രമീകരണങ്ങൾ, കർമ്മങ്ങൾ, ഇതിനെയാണ് അവർ ആരാധന എന്ന് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത്, ഫിലിപ്പ് ലേഖനം 3:3 പറയുന്നത്, ആത്മാവ് കൊണ്ട്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. യാഗമുണ്ട്, ധൂപവർഗങ്ങളുണ്ട്, അപ്പമുണ്ട്, ഇതെല്ലാമായിട്ടാണ് ഇവർ ആരാധനയ്ക്ക് വരുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് വസ്തുക്കളാലുള്ള ആരാധനയല്ല ഇനി പ്രാധാന്യം, ആത്മാവിലെ ആരാധനയ്ക്കാണ് ഇനി പ്രാധാന്യം. ആത്മാവിൽ ആരാധിക്കണം. അപ്പൊ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരാണ് പരിച്ഛേദനക്കാർ. ആരാണ് പരിച്ഛേദന? പരിച്ഛേദനക്കാരനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം ദൈവം തമ്മിലുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ട് മാറുന്നു പരിച്ഛേദനയിലൂടെ.
അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വ്യക്തി ശരീരത്തിൽ പരിച്ഛേദന ഏൽക്കാതെ ഹൃദയ പരിച്ഛേദനയിലൂടെ, അതുകൊണ്ടാണ് റോമാലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. റോമാലേഖനം 2-ാം അധ്യായത്തിൽ ഹൃദയ പരിച്ഛേദനയെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ 2-ാം അധ്യായത്തിൽ 29-ാം വാക്യം, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന. അപ്പൊ അവിടെ പറയുന്നത് പരിച്ഛേദനയുടെ കാര്യങ്ങൾ മാറി. അങ്ങനെ ആരാണ് പരിച്ഛേദനക്കാർ? ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നത്, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, അഗ്രചർമ്മമല്ല പരിച്ഛേദനയുമല്ല സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ ക്രിസ്തുവേശുവിന്റെ കാര്യമുള്ളൂ. അത് 5:6 ഗലാത്യർ 5:6 പറയുന്നത്, ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര. അപ്പൊ അവിടെ ഈ പരിച്ഛേദനയിൽ അബ്രഹാമിന്റെ ഉടമ്പടിയുടെ ഭാഗമായി മാറുവാനായിട്ട് പരിച്ഛേദന ഏൽക്കണമെന്ന നിർബന്ധമിരിക്കും. ഇവിടെ പറയുന്നത് ഹൃദയ പരിച്ഛേദനയ്ക്കാണ് പ്രാധാന്യം, ആത്മാവിനാലുള്ള ഹൃദയ പരിച്ഛേദന. ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരാണ് യഥാർത്ഥ പരിച്ഛേദനക്കാരെന്ന് ഫിലിപ്പ് ലേഖനം 3:3 പറയും. റോമാലേഖനം 2-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തില് ഹൃദയ പരിച്ഛേദനയെ കുറിച്ച് പറയുമ്പോ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തില് പരിച്ഛേദനയിലല്ല കാര്യം, ക്രിസ്തുവിൽ വിശ്വസിക്കുകയും സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോ നമുക്ക് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് ആത്മാവ് കൊണ്ട് ആരാധിക്കുക. അതുകൊണ്ടാണ് യേശു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-25 ആ വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്ന ഈ മലയിലുമല്ല ആ മലയിലുമല്ല, ദൈവത്തെ സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന നാൾ വന്നിരിക്കുന്നു, നാഴിക വന്നിരിക്കുന്നു. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. അപ്പൊ അവിടെ ദൈവത്തെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും. പിതാവിനെ ആരാധിക്കുക, അങ്ങനെ തന്നെ പിതാവിനെ ആരാധിക്കുക. അപ്പൊ അവിടെ പ്രാധാന്യം എന്തിനാണ്? പിതാവിനോടുള്ള ആത്മബന്ധത്തിനാണ് പ്രാധാന്യം. ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രധാരണത്തിനും ആരാധനയുടെ വസ്തുവകകൾക്കും അല്ല പ്രാധാന്യം ആരാധനയ്ക്കല്ല, ആരാധനയുടെ പ്രമാണങ്ങൾക്കല്ല പ്രാധാന്യം, ആരാധനയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിനാണ് പ്രാധാന്യം. ആത്മാവ് കൊണ്ട് ആരാധിക്കും. അപ്പൊ യേശുക്രിസ്തുവിൽ അവർക്ക് മാത്രമായിരുന്ന ആരാധന സകലർക്കും ഉള്ളതായിട്ട് മാറി. അവർക്ക് മാത്രമുണ്ടായിരുന്ന വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതായിട്ട് മാറി. എന്നാൽ പുത്രത്വം അവർക്ക് മാത്രം ഉണ്ടായിരുന്നു, അത് സകല ജാതികൾക്കും, യേശു വിശ്വസിക്കുന്ന സകലർക്ക് ദൈവ മക്കളാകാൻ അധികാരം ലഭിച്ചു. പുത്രത്വം അവർക്ക് മാത്രമായിരുന്നു, അത് നമുക്ക് എല്ലാവർക്കും ലഭിച്ചു. അപ്പൊ ക്രിസ്തുവേശുവിൽ സംഭവിച്ച വലിയ കാര്യമാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ മുഴുവൻ നിവർത്തി ക്രിസ്തുവേശുവിൽ ആയി. അതായത് യഹൂദന്മാർക്ക് അഭിമാനമായി അവർ പറഞ്ഞുകൊണ്ടിരുന്ന ന്യായപ്രമാണത്തെ ക്രിസ്തുവേശുവിൽ നിവൃത്തിയായി. ഇനി ന്യായപ്രമാണത്തിനുള്ള പ്രാധാന്യം നഷ്ടപ്പെട്ടു. അങ്ങനെ ന്യായപ്രമാണത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടതോടുകൂടെ ആരാധനയ്ക്കുണ്ടായിരുന്ന ചടങ്ങുകളുടെ പ്രാധാന്യം നഷ്ടമായി പോയി. ഇനി ചടങ്ങുകൾക്ക് പ്രാധാന്യമില്ല. കാരണം ദേവാലയത്തിന് പ്രസക്തി ഇല്ലല്ലോ, നമ്മളാണല്ലോ ദേവാലയം. അപ്പൊ ഇനി ആരാധനയ്ക്ക് വസ്തുവകകൾക്കല്ല പ്രാധാന്യം, നമ്മിൽ വസിക്കുന്ന ആത്മാവിനാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായി മാറിയത് ആരാധനയുടെ വസ്തുവകകൾ കൊണ്ടല്ല, ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ നാം ദൈവത്തിന്റെ മന്ദിരമായി മാറി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതാണ് ഏറ്റവും വലിയ രഹസ്യം. അതായത് അപ്പോൾ യേശുക്രിസ്തുവിൽ ന്യായപ്രമാണത്തിന് നിവൃത്തി ഉണ്ടായി, എന്നാൽ യേശുക്രിസ്തുവിൽ പ്രവചന നിവൃത്തി ഉണ്ടായി. അത് നമുക്ക് വായിക്കാനായിട്ട് യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ കാര്യങ്ങളും വാഗ്ദത്ത നിവൃത്തിയാണ്. നമുക്ക് യേശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് എഴുതിയിരിക്കുന്ന കാര്യം, യേശയ്യാവിന്റെ പുസ്തകം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആ വാക്യം വായിക്കാം. 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. നമ്മൾ ഈ വാക്യം മത്തായിയുടെ സുവിശേഷം 2:22 ഇത് വ്യക്തമായി കാണുന്നു. യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതേ വാക്യം എടുത്തു പറയുക 2-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത്
നിവൃത്തിയാകുവാനിടവന്നു. അപ്പോൾ ഈ പ്രവചന നിവൃത്തിയായിരുന്നു യേശുവിൽ. ന്യായപ്രമാണത്തെ നിവൃത്തിയാക്കി, പ്രവചനത്തിന് നിവൃത്തി. സങ്കീർത്തനം 22 അധ്യായത്തിന്റെ 18 വാക്യം. സങ്കീർത്തനം 22 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. 22 അധ്യായം അതിന്റെ 18 വാക്യം. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്നെ അങ്കിക്കായി ചീട്ടിടുന്നു. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തില് അത് കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൽ നമ്മൾ അതിന്റെ നിവർത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൽ അതിന്റെ 19 അധ്യായം 23, 24 വാക്യങ്ങൾ. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രമെടുത്ത് ഓരോ പടയാളികൾക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കായി അങ്കിയും എടുത്തു. അങ്കിയും തുണിലില്ലാതെ മേൽതൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്കു വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെടുത്ത് ഇതിനാൽ നിവർത്തി വന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അടുത്തൊരു പ്രവചനത്തിന്റെ നിവർത്തി. എന്താണ്? കർത്താവിന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നതായ പ്രവചനത്തിനൊരു നിവൃത്തിയാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഹോശേയയുടെ പുസ്തകം 11 അധ്യായം 1 വാക്യം. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. ഇത് നമ്മള് മത്തായിയുടെ സുവിശേഷം 2 അധ്യായം 15 വാക്യത്തിൽ അത് അങ്ങനെ തന്നെ കാണുന്നു. മിസ്രൈമിലേക്ക് പോയിട്ട് മടങ്ങി വന്നപ്പോ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തി എന്നതിന് അടയാളമായിട്ട് അതായിത്തീർന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 2:23 അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്നതിന്റെ നിവർത്തി. അതുപോലെ തന്നെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയില് നമുക്കതിന്റെ 2 അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തിന്റെ 31 വാക്യം, അവനെ പാതാളത്തിൽ വിടുകയില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി ദാവീദ് പ്രവചിച്ചു. അപ്പൊ യേശുവിന്റെ ജനനം മുതൽ മരണം വരെയും പുനരുത്ഥാനത്തെയും നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, മുമ്പ് തന്നെ പ്രവചിച്ചിരുന്നതാണ്. യേശുക്രിസ്തു കഴുതക്കുട്ടിയുടെ മേൽ കയറി പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ വചനം എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? സിയോൻ പുത്രി, നിന്റെ രാജാവ് സൗമ്യനായി കഴുതക്കുട്ടിമേൽ കയറി വരുമെന്ന് പ്രവചിച്ചിരുന്ന പോലെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, യേശുക്രിസ്തുവിൽ പഴയ നിയമത്തിൽ എന്തെല്ലാം പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ മുഴുവൻ നിവർത്തി യേശുക്രിസ്തുവിലാണ്. നമ്മൾ വായിക്കുന്ന യേശയ്യാവിന്റെ പുസ്തകം 9 അധ്യായത്തിലും 11 അധ്യായത്തിലും 53 അധ്യായത്തിലും 52 അധ്യായത്തിലും അവസാന ഭാഗത്തും എല്ലാം കാണുന്ന യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും മുഴുവൻ അവിടെ പറഞ്ഞിരുന്നു. അവൻ അകൃത്യമായിട്ട് ചുമത്തപ്പെട്ടു. അവന് നമുക്ക് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തില് വളരെ വിശദമായിട്ട് യേശുവിന്റെ ക്രൂശ് മരണത്തെ അല്ലെങ്കിൽ യേശുവിന്റെ കഷ്ടപ്പാടുകളെ വളരെ വ്യക്തമായി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവന് തന്നെത്താൻ താഴ്ത്തി വായു തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്ന വിഭാഗം മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായു തുറക്കാതിരുന്നു. ഇതെല്ലാം പ്രവചന നിവൃത്തിയാണ്. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ ഇതിനെല്ലാം നിവൃത്തി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവനെ തകർക്കുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ടും അവൻ സന്തതിയെ കണ്ടു. അവിടെ എഴുതിയിരിക്കുക 9 വാക്യം, അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായി വഞ്ചനയൊന്നും ഇല്ലാതിരുന്നിട്ടും അവൻ ദുഷ്ടന്മാരുടെ കൂടെ ശവക്കുഴി കൊടുത്തു. എന്നിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അവനെ കള്ളന്മാരുടെ നടുവിൽ തറച്ചപ്പോൾ അവനെ ദുഷ്ടന്മാരുടെ കൂടെ എണ്ണി എന്നതിന് അടയാളമായിട്ട് അവനെ കള്ളന്മാരുടെ നടുവിൽ 2 കള്ളന്മാരുടെ മധ്യേ അവനെ ക്രൂശിച്ചു എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു. അപ്പൊ ഇവിടെ എല്ലാം യേശുവിന്റെ അധർമ്മികളുടെ കൂടെ, മർക്കോസിന്റെ സുവിശേഷം അതിന് 15 അധ്യായം 27 വാക്യം, അവൻ 2 കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. അപ്പൊ അവിടെ അവനെ കുറിച്ച് പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തി. അപ്പൊ യേശു പറഞ്ഞൊരു കാര്യം എന്താ? മത്തായിയുടെ സുവിശേഷം 5:17 യേശു പറഞ്ഞു, ഞാൻ വന്നത് ന്യായപ്രമാണത്തിൽ പ്രവാചകന്മാരെ നീക്കാനല്ല, നിവർത്തിക്കേണ്ടതിന്. അപ്പൊ യേശുക്രിസ്തുവിൽ ന്യായപ്രമാണത്തിന് നിവൃത്തി ഉണ്ടായി, പ്രവചനത്തിന് നിവൃത്തിയും ഉണ്ടായി. ന്യായപ്രമാണവും പ്രവാചകന്മാരും, അതായത് ന്യായപ്രമാണത്തിൽ
ജീവന് വേണ്ടി നൽകിയ ന്യായപ്രമാണം, ജീവന് വേണ്ടി നൽകിയ ന്യായപ്രമാണം എന്ന് ഗലാത്യ ലേഖനത്തില് 3-ാം 21-ാം വാക്യത്തിൽ, റോമാലേഖനം 7-ാം 10-ാം വാക്യത്തിലും ജീവനായി നൽകിയ പ്രമാണം, ജീവനായി നൽകിയ പ്രമാണത്തെ അതൊരു പ്രോമിസാ. ജീവൻ പ്രോമിസാണ്. ന്യായപ്രമാണം കണ്ടീഷൻ. അപ്പോ ന്യായപ്രമാണം നിയമമായി നിൽക്കെ ജീവൻ പ്രവചനമാണ്, അതായത് വാഗ്ദത്തമാണ്. ഇപ്പൊ എന്തുപറ്റി? ന്യായപ്രമാണമുണ്ട്, പ്രവചനമുണ്ട്. എന്താണ് പ്രവചനം? നിങ്ങൾ ജീവിക്കും. അത് പ്രവചനമാണ്, അത് പ്രവചനമാണ്. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, അത് പ്രവചനമാണ്. അപ്പൊ അവിടെ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ശ്വാസത്തെ വരുത്തും, അത് പ്രവചനമാണ്. എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എന്റെ ന്യായപ്രമാണത്തെ നിങ്ങൾ നടത്തുമാറക്കും, അത് പ്രവചനമാണ്, അത് വാഗ്ദത്തമാണ്. ഓൾ തിങ്സ് ആർ പ്രോമിസ് ആണ്, വാഗ്ദത്തമാണ്. പക്ഷേ യേശുക്രിസ്തുവിൽ പ്രവചന നിവൃത്തിയാണ്, പ്രവചനത്തിന് നിവൃത്തി. പ്രവചനം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പ്രോമിസാണ്, വാഗ്ദത്ത. ന്യായപ്രമാണം ജീവൻ പ്രാപിക്കുവാനുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രോമിസ് എന്താണെന്നറിയോ? ജീവൻ പ്രാപിക്കുമെന്ന പ്രോമിസ് അവിടെ ഉണ്ട്, ജീവൻ തരുമെന്ന പ്രോമിസ് ഉണ്ട്. ന്യായപ്രമാണോടുള്ളപ്പോൾ ഒരു വാഗ്ദത്വമുണ്ട്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എന്റെ പ്രമാണത്തിൽ നടത്തുമെന്നൊരു പ്രോമിസ്, വാഗ്ദത്തം അവിടെ ഉണ്ട്. അപ്പൊ ന്യായപ്രമാണവും പ്രവാചകന്മാരും നിവർത്തിയായി ക്രിസ്തുവിൽ. ഹല്ലേലൂയ. അപ്പൊ ഏറ്റവും വലിയ പ്രോഫസി എന്താണ്? പ്രവചനം. ഏറ്റവും വലിയ പ്രവചനം എന്താണ്? ഏറ്റവും വലിയ പ്രവചനത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തില് അതിന്റെ 32-ാമത്തെ വാക്യം. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചു കൊടുത്തു. ആർക്കാ? മക്കൾക്ക് നിവർത്തിച്ചു കൊടുത്തു. എന്താണ് നിവർത്തിച്ചു കൊടുത്ത വാഗ്ദത്തം? അതിന്റെ അപ്പോസ്തല പ്രവൃത്തിയുടെ 2-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ. അപ്പൊ അവിടെ പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്തത് മക്കൾക്ക്, യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന്റെ മക്കൾക്ക് നിവർത്തിച്ചു കൊടുത്തു. അപ്പൊ അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളത്. അപ്പൊ വാഗ്ദത്തം ആർക്കായിട്ട് മാറി? സകലർക്കുള്ളതായിട്ട് മാറി. ആർക്ക് മാത്രമേ ഉള്ളായിരുന്നു? യഹൂദന്മാർക്ക് മാത്രമായിരുന്നു വാഗ്ദത്തം. അത് റോമാലേഖനം 9:4 നമ്മൾ കാണുന്നു, വാഗ്ദത്തം അവർക്കുള്ളത്. എന്നാൽ അതിന്റെ മനോഹാരിത മനസ്സിലാക്കണമെങ്കിൽ ഗലാത്യ ലേഖനം 3:14 വായിക്കണം. അബ്രഹാമിന്റെ വാഗ്ദത്തം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടത് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വാഗ്ദത്തം ആർക്കുള്ളതായിട്ട് മാറി? ക്രിസ്തുയേശുവിൽ ജാതികൾക്കുള്ളതായിട്ട് മാറി. അപ്പൊ ന്യായപ്രമാണത്തിന്റെ നിവൃത്തി യേശുവിൽ സംഭവിച്ചു. യേശുവിന്റെ ജഡത്തിലെ മരണ പുനരുത്ഥാനത്തിലൂടെ ന്യായപ്രമാണത്തിന്റെ നിവൃത്തി നടന്നു. എന്നാൽ യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ വേറൊരു കാര്യം കൂടെ നടന്നു. എന്താണ്? ഹല്ലേലൂയ. അതായത് യേശുവിന്റെ കഷ്ടപ്പാടുകളിലൂടെ ന്യായപ്രമാണത്തിന്റെ മുഴുവൻ നിവൃത്തി നടന്നപ്പോ യേശുവിന്റെ മരണത്തിലൂടെ ആദാമ്യ പാപത്തിന് പരിഹാരം വരുത്തി. വീണ്ടും ഞാൻ പറയാം, യേശുവിന്റെ കഷ്ടാനുഭവങ്ങൾ, പീഡാനുഭവങ്ങൾ, യേശു തന്റെ ശരീരത്തിലേറ്റ മുറിവുകൾ, നിന്ന, പഴി, അപവാദം, ആ ഒറ്റപ്പെടൽ, ദാരിദ്ര്യം, ദൈവത്താൽ കൈവിടപ്പെട്ട അവസ്ഥ, ഇതെല്ലാം ഹല്ലേലൂയ ആമേൻ അവർ ചുമന്നപ്പോ, യേശു തന്റെ ശരീരത്തിൽ ചുമന്നപ്പോ ന്യായപ്രമാണത്തിന്റെ മുഴുവൻ ശിക്ഷകൾ അവിടെ കഴിഞ്ഞു. എന്നാൽ യേശു മരിച്ചപ്പോൾ ആദാമ്യ പാപത്തിന് പരിഹാരം വരുത്തി. ആമേൻ. അതായത് അനുസരണക്കേട് കൊണ്ട് ആദാം മരിച്ചു, ശാപം മേടിച്ചു വെച്ചപ്പോ അനുസരിച്ച് യേശു മരിച്ചു, നമ്മെ അനുഗ്രഹത്തിന് അവകാശികളായിട്ട് മാറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് വാഗ്ദത്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താ? വാഗ്ദത്തം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആരാണ്? വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നമുക്ക് നൽകപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ. ലൂക്കോസിന് സുവിശേഷം 24-49 വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നഗരത്തിൽ തന്നെ പാർക്കണം. ഞാൻ ആ വാക്യം വായിക്കും. ലൂക്കോസിന് സുവിശേഷം 24-49 വാക്യം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കർത്താവ് ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങളുടെ മേലയക്കും, ശക്തി ധരിക്കോളം നിങ്ങൾ നഗരത്തിൽ പാർക്കും. രണ്ട് കാര്യം പറയുന്നു: പ്രോമിസ്, പവർ. വാഗ്ദത്തവും ശക്തിയും. എന്നാൽ അത് അപ്പോസ്തല പ്രവൃത്തി 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വാക്യം പറയുന്നത്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട്. അപ്പൊ ശക്തിയുടെ വാഗ്ദത്തം എന്താണ്? ശക്തി പ്രാപിക്കുന്ന വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് is a source of power. Holy Spirit is the promise. അപ്പൊ യേശുക്രിസ്തുവിൽ സംഭവിച്ചത് എന്താണെന്നറിയാം? യേശുക്രിസ്തുവിൽ സംഭവിച്ചത് വാഗ്ദത്ത നിവൃത്തി, പ്രവചന നിവൃത്തി, ന്യായപ്രമാണത്തിന് നിവൃത്തി. ഇത് മൂന്നും ക്രിസ്തുവിൽ സംഭവിച്ചു. ന്യായപ്രമാണത്തിന് നിവൃത്തി, വാഗ്ദത്തത്തിന് നിവൃത്തി, ഹല്ലേലൂയ, അതുപോലെ തന്നെ പ്രവചന നിവൃത്തി. ഇത് മൂന്നും ക്രിസ്തുവേശുവിൽ സംഭവിച്ചു. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ മറക്കരുത്, വാഗ്ദത്തത്തിന്റെ നിവൃത്തി ക്രിസ്തുവിലായിരുന്നു. ന്യായപ്രമാണത്തിന്റെ നിവൃത്തി ക്രിസ്തുവിലായിരുന്നു. ന്യായപ്രമാണവും വാഗ്ദത്തവും, ഹല്ലേലൂയ, പ്രവചനവും ക്രിസ്തുവിൽ നിവൃത്തിയായി. അതുകൊണ്ടാണ് ലൂക്കോസ് 16:16 പറയുന്നത്, യോഹന്നാന്റെ കാലം വരെ ന്യായപ്രമാണവും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു, അതിനുശേഷം ഇല്ല. അപ്പോഴ് ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഇതിന്റെ നിവൃത്തിയെ മനസ്സിലാക്കണം. നിവൃത്തിയായി. ന്യായപ്രമാണത്തിന്റെ നിവൃത്തി സംഭവിച്ചു കഴിഞ്ഞ യേശു ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നതിനാണ് നമ്മുടെ ജയവിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ മരണ പുനരുത്ഥാനം വരെ ന്യായപ്രമാണത്തിന് നിവൃത്തി സംഭവിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, മറക്കരുത്, പ്രവചനത്തിന് നിവൃത്തി സംഭവിച്ചത് നമുക്ക് യോവേൽ പ്രവാചകൻ പ്രവചിച്ചതിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 2:17 മുതൽ പത്രോസ് ദീർഘമായ ഒരു പ്രസംഗം നടക്കുന്നു. അവിടെ പ്രവചനത്തിന് നിവൃത്തിയും സംഭവിച്ചു. ആത്മാവ് സകലരുടെ മേലും വന്നു, അവർ പ്രവചിക്കാൻ തുടങ്ങി. അതാ വചനം പറഞ്ഞത്. അതായത് വചനം പറഞ്ഞൊരു കാര്യത, ന്യായപ്രമാണത്തിന്റെ നിവൃത്തി ക്രിസ്തുവിലായി, പ്രവചിക്കുമെന്ന നിവൃത്തിയും പ്രവചന നിവൃത്തി. എന്റെ ആത്മാവിന്റെ സകല തരത്തിന് മേലും പകൽ. അപ്പോൾ നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. അപ്പോൾ സംഭവിച്ച കാര്യം എന്താ? യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെയും പ്രവചനത്തിന്റെയും നിവൃത്തി യേശുക്രിസ്തുവിലായി. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, ഇന്ന് നമ്മൾ ഏറ്റവും അധികമായി തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം? യേശു ക്രിസ്തുവിൽ. അതായത് ഹല്ലേലൂയ, നമുക്ക് 2 പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് അത് നമുക്ക് വായിക്കാൻ സാധിക്കും. ആ പ്രമാണം, ന്യായപ്രമാണം എന്തിനു വേണ്ടി നൽകിയതാ? ജീവനായി നൽകിയതാ, അല്ലെ? ജീവനായിട്ട് നൽകിയതാ. 2 പത്രോസിന്റെ ലേഖനം 1-ാം വാക്യം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടിയുള്ളതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. എങ്ങനെ? ക്രിസ്തുവിൽ. ഹല്ലേലൂയ, ക്രിസ്തുവിൽ. അപ്പോഴ് ക്രിസ്തു യേശുവിൽ ന്യായപ്രമാണത്തിന്റെയും പ്രവചനത്തിന്റെയും പൂർണ്ണമായ നിവൃത്തി സംഭവിച്ച് കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ പ്രവചന നിവൃത്തിയായി. പ്രവചനം നിവർത്തിക്കപ്പെട്ടു. ഇനി എന്താ പ്രവചനം? ഒറ്റ പ്രവചനമുള്ളൂ: ക്രിസ്തുവിൽ നീ അനുഗ്രഹിക്കപ്പെട്ട, ക്രിസ്തുവിൽ നീ ശക്തനാണ്, ക്രിസ്തുവിൽ നീ പൂർണ്ണ സൗഖ്യമുള്ളവനാണ്, ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ളവനാണ്, ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ സമ്പന്നനാണ്, ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ അധികാരമുള്ളവനാണ്, ക്രിസ്തുവിൽ ഞാൻ തികഞ്ഞവനാണ്. ഇനി അതിനപ്പുറത്തൊരു പ്രോഫസി ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, നിങ്ങൾ തിരിച്ചറിയണം, ക്രിസ്തുയേശുവിൽ സകല ന്യായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും നിവൃത്തി സംഭവിച്ച് കഴിഞ്ഞു. ആമേൻ.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി നിങ്ങൾ നോക്കേണ്ടത് ന്യായപ്രമാണത്തിലേക്കല്ല, പ്രവചനത്തിലേക്കല്ല, വാഗ്ദത്തങ്ങളിലേക്കല്ല, ക്രിസ്തുവിലേക്ക്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 2:10 പറയുന്നത്, സകല വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനും നിങ്ങൾ പരിപൂർണരായിരിക്കും. ഓൾ ദ ബ്ലെസ്സിങ്സ്, സകല അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും നിറവും സകലതും ഇൻ യു ത്രൂ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ന്യായപ്രമാണത്തിനെയും പ്രവചനത്തിനെയും നിവർത്തി യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. പരിശുദ്ധാത്മാവ് ഇന്ന് ആ വാഗ്ദത്തങ്ങൾ മുഴുവൻ ഞങ്ങളുടേതെന്ന് തിരിച്ചറിഞ്ഞ് പ്രാപിക്കുവാനുള്ള ഹൃദയവിശാലത, ആ ബോധ്യം ഞങ്ങളുടെ അകത്ത് ഇടണേ കർത്താവെ. എല്ലാ അറിവില്ലായ്മകളും ഞങ്ങളുടെ അകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഞങ്ങളുടെ അകത്ത് ബോധ്യം വരട്ടെ, ഞങ്ങളുടെ അകത്ത് ധൈര്യം വരട്ടെ, ഞങ്ങളുടെ അകത്ത് ശക്തി വെളിപ്പെടട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ സഹായിക്കണം കർത്താവ്. ആരൊക്കെ ശാപത്താൽ കർത്താവ് മുറുകെ കെട്ടപ്പെട്ടവരെന്ന് ഭയത്തോടിരിക്കുന്നു, എല്ലാം തകർന്നു വന്ന് ഭീതിയോടിരിക്കുന്നു, അവരുടെ കുറവുകളുടെ കുറ്റബോധം അകത്ത് കയറി ആര് നിരാശയോടിരിക്കുന്നു, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കുറവുകൾ, ആ നിരാശകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ആ നിരാശ, ഭയം, ആ രോഗം, ആ ശാപ ചിന്തകൾ മാറിപ്പോകട്ടെ. ധൈര്യം അവരുടെ അകത്തുണ്ടാകട്ടെ ഇപ്പോൾ തന്നെ കർത്താവെ. അവരുടെ ചുറ്റും നിൽക്കുന്ന അവന് ശാപത്തിന്റെ, ഇരുട്ടിന്റെ, നുണയുടെ കോട്ടകൾ പൊട്ടിമാറട്ടെ. അവർ സ്വതന്ത്രരാകട്ടെ കർത്താവെ. അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. സോ വണ്ടർഫുൾ. നിങ്ങൾക്ക് അതിന്റെ ശുശ്രൂഷ നിശ്ചയമായിട്ടും അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ പഠിച്ചപ്പോൾ, ഇത് ഞാൻ എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോൾ എനിക്കിത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. എനിക്ക് നിശ്ചയമായിട്ട് പറയാം, നിങ്ങൾക്കും അനുഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക, ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുക, തുടർച്ചയായിട്ട് ഈ പ്രോഗ്രാം കേൾക്കുക. ഈ മെസ്സേജ് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് നിങ്ങൾ കേൾക്കണം. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുകയും കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് സൗജന്യമായി, തികച്ചും സൗജന്യമായിട്ട് പുസ്തകം ലഭിക്കുന്നതാണ്. ക്രിസ്തുവിന്റെ സുവിശേഷം, സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം സകല മാനവജാതിയും അറിയട്ടെ. ഓക്കെ, അതൊരു ദൗത്യമായിട്ടെടുക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.